നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുനർഗേഹം ഫ്ളാറ്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴ BM കായൽ സംയോജന പദ്ധതി സർക്കാരിന്റെ ശ്രദ്ധേയമായ പദ്ധതി. മന്ത്രി റോഷി അഗസ്റ്റിൻ. തിരുനാവായ വാവൂർ പാടശേഖരങ്ങളിൽ 10 വർഷത്തിലേറെയായി തുടരുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കർഷകർ. തിരൂർ കുറ്റിപ്പുറം റോഡിലെ കൊടക്കൽ വളവ് നിവർത്താൻ റവന്യൂ സർവേ അധികൃതർ സ്ഥലം നിർണയിച്ച് കുറ്റിയടിച്ചു. താനൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ നിർവഹിച്ചു. തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് കലാമേള തൃപ്രങ്കോട് ആലിങ്ങൽ AMLP സ്കൂളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പൊന്നാനിയിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് P. നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കടലിൻ്റെ 50 മീറ്റർ പരിധിയിൽ താമസിക്കുന്ന കടലാക്രമണം നേരിടുന്ന 226 കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. കടലിന്റെ 50 മീറ്റർ പരിധിയിൽ താമസിക്കുന്ന കടലാക്രമണം നേരിടുന്ന 225 കുടുംബങ്ങൾക്കാണ് ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റും അനുബന്ധ ബയോമെത്താനേഷൻ പ്ലാന്റും നിർമ്മിച്ചത്. ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ വികസനവും മാനവശേഷി വികസനവും പരിധിയിൽ ഉൾപ്പെടുത്തി 1,56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 120 KLD സംസ്കരണ ശേഷിയുള്ള ഈ പ്ലാന്റ് MBBR സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആധുനിക രീതിയിലുള്ള അൾട്രാ ഫിൽട്രേഷൻ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്ലാന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട്മെന്റ് പരിസരത്തു നിന്നും ഉണ്ടാകുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള 1,20,000 ലിറ്റർ മലിനജലം സംസ്കരിച്ച് പുനരുപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. പൊന്നാനി പുനർഗേഹം ഫ്ളാറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ OO ഷംസു, രജീഷ് ഊപ്പാല, വാർഡ് കൗൺസിലർമാരായ സീനത്ത്, ഇസ്മായിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് KA റഹീം, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു സ്വാഗതവും പൊന്നാനി മത്സ്യഭവൻ FEO ആദർശ് നന്ദിയും പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്തെ സർക്കാർ അക്രഡിറ്റഡ് ഏജൻസിയായ പാലക്കാട് IRTC പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് എന്ന സ്ഥാപനമാണ് ഈ പ്ലാന്റ് രൂപകൽപ്പന ചെയ്തത്. വെട്ടം ന്യൂസ്, പൊന്നാനി. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ ശ്രദ്ധേയമായ പദ്ധതിയാണ് ഭാരതപ്പുഴ BM കായൽ സംയോജിത പദ്ധതിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഭാരതപ്പുഴ BM കായൽ സംയോജന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊന്നാനി തൃശ്ശൂർ മേഖലയിൽ വേനൽക്കാലത്തും വെള്ളം കിട്ടാനും താഴ്ന്ന പ്രദേശങ്ങളിൽ പുഞ്ചകൃഷിക്കായി വെള്ളം ശേഖരിക്കാനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും സാധിക്കുന്ന പദ്ധതിയാണിത്. BM പാർക്കിൽ നടന്ന ചടങ്ങിൽ P. നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. 5 പതിറ്റാണ്ടായുള്ള കാത്തിരിപ്പിന്റെ ഫലമാണ് ഇതെന്നും കൃത്യമായ പ്രവർത്തനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും സാക്ഷാത്കാരമാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മലപ്പുറം, തൃശൂർ ജില്ലകളിലെ 2 നഗരസഭകളിലേക്കും 10ലേറെ പഞ്ചായത്തുകളിലേക്കും BM കായലിനോടും 100 അടി തോടിനോടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാനായുള്ള പദ്ധതിയാണ് ഭാരതപ്പുഴ BM കായൽ സംയോജന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. BM കായലിനോടും 100 അടി തോടിനോടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാനായുള്ള പദ്ധതിയായാണ് ഭാരതപ്പുഴ BM കായൽ സംയോജന പദ്ധതി
ആവിഷ്കരിച്ചിരിക്കുന്നത്. 35.80 കോടി രൂപ നബാർഡ് ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം നടക്കുക. ചടങ്ങിൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ അജ്മൽ സ്വാഗതം പറഞ്ഞു. AC മൊയ്തീൻ MLA മുഖ്യാതിഥിയായി. കോഴിക്കോട് ഇറിഗേഷൻ നോർത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരുമ്പടമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നബീസക്കുട്ടി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, KCDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ AG ബോബൻ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ S ബീന, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ് പൊന്നാനി. തിരുനാവായ വാവൂർ പാടശേഖരങ്ങളിൽ 10 വർഷത്തിലേറെയായി തുടരുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം 350ഓളം ഏക്കർ വരുന്ന പാടശേഖരങ്ങളിൽ കൃഷിയിറക്കാതെ തരിച്ചിടുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. ഇത്തവണ സെപ്റ്റംബറിൽ ഞാറിട്ട് ഒക്ടോബറിൽ നട്ട നെൽപ്പാടങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. സൗത്ത് പല്ലാർ അജിതപ്പടി റോഡിൽ വാലില്ലാപ്പുഴയ്ക്ക് നിർമ്മിച്ച ഓവുപാലത്തിലൂടെ വെള്ളം ഒഴിഞ്ഞുപോകാത്തതാണ് ആഴ്ചകളോളം നീളുന്ന വെള്ളക്കെട്ടിന് കാരണം. ഇതുമൂലം ഓരോ വർഷവും കൃഷി നശിക്കുന്നതും കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിക്കുന്നത്. ഇക്കാര്യം കർഷകർ നിവേദനങ്ങൾ മൂലവും സമരങ്ങൾ മൂലവും പഞ്ചായത്ത് അധികൃതർ മുതൽ വകുപ്പ് മന്ത്രിയെ വരെ ധരിപ്പിച്ചിട്ടും പലരും വന്ന് നോക്കിപ്പോകുന്നതല്ലാതെ ഇന്നേവരെ ശാശ്വതമായ ഒരു പരിഹാരവും കണ്ടിട്ടില്ല. 20 വർഷമായി ഈ ദുരിതം തുടങ്ങിയിട്ട് വാലില്ലാപ്പുഴയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിന് സൗകര്യപ്പെടുത്താത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി കർഷകർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇനിയും ഇതിനൊരു പരിഹാരം കാണാത്ത പക്ഷം ഭീമമായ നഷ്ടം സഹിച്ച് കൃഷി ഇറക്കേണ്ടതില്ലെന്നും പാടശേഖരങ്ങൾ തരിച്ചിടുമെന്നും കർഷകർ തീരുമാനിച്ചത്. ഇതു സംബന്ധിച്ച് നടന്ന യോഗത്തിൽ തിരുനാവായ പാടശേഖര കമ്മിറ്റി കൺവീനർ ബാലകൃഷ്ണൻ, വാവൂർ പാടശേഖര സമിതി കൺവീനർ CV ഭാവ, CP ബഷീർ മാസ്റ്റർ, കുഞ്ഞൈദുരു വാവുകുന്ന്, മുൻ ബ്ലോക്ക് മെമ്പർ സൈഫുന്നീസ, മുഹമ്മദ് പൂവത്തിങ്ങൽ, നജീബ്, സിദ്ദീഖ് സൗത്ത് പല്ലാർ, മൊയ്തു ഹാജി വടക്കിനിയത്ത്, CP കുഞ്ഞബ്ദു എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് തിരുനാവായ. തിരൂർ കുറ്റിപ്പുറം റോഡിലെ കൊടക്കൽ വളവ് നിവർത്താൻ റവന്യൂ സർവേ അധികൃതർ സ്ഥലം നിർണയിച്ച് കുറ്റിയടിച്ചു. കൊടക്കൽ ലോട്ട് കമ്പനിയുടെ പഴയ ബംഗ്ലാവ് നിന്നിരുന്ന ഭാഗത്ത് റോഡിലേക്ക് രേഖയിൽപ്പെടാതെ അധികമായി തെറിച്ചു നിന്നിരുന്ന സ്ഥലമാണ് സർവേ ചെയ്തെടുത്തത്. തിരുനാവായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകറും സംഘവും ഡിജിറ്റൽ സർവേ ഹെഡ് ആൻസി ഇക്ബാൽ, അസിസ്റ്റന്റ് ലീജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർവേ. ചെറുപറമ്പിൽ അബ്ദുൽ ഗഫൂർ, CP റഷീദ്, ബഷീർ, മുഹമ്മദ് അലി ചീനിയത്ത്, ഷാജി മുളക്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു. വളവ് നിവർത്താൻ സ്ഥലം നിർണയിച്ചതോടെ ഏറെ കാലമായി നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും യാത്രക്കാരും. വെട്ടം ന്യൂസ് തിരുനാവായ. നവംബർ 3 മുതൽ 6 വരെ കാട്ടിലങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന താനൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ നിർവഹിച്ചു. താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TS സുമ അധ്യക്ഷയായിരുന്നു. താനൂർ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രാധിക ശശി, കൗൺസിലർമാരായ സുജിത M, ആരിഫ സലീം, കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീലത P കൃഷ്ണൻ, പ്രധാനാധ്യാപിക VN ഷിജി, HM ഫോറം കൺവീനർ NB ബിജു പ്രസാദ്, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ റഹീം കുണ്ടൂർ, KP അബ്ദുൽ ജലീൽ, MA റഫീഖ്, സിദ്ദീഖ് മുന്നിയൂർ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി അംഗങ്ങളായ സാദത്ത്, നിഷ, അബ്ദുൽ അസീസ്, രമേശ് ബാബു, ഫാത്തിമ സുഹ്ര എന്നിവർ പങ്കെടുത്തു. നവംബർ 3, 4, 5, 6 തീയതികളിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. കലോത്സവത്തിന്റെ ഉദ്ഘാടനം നവംബർ 3 വൈകിട്ട് 3 മണിക്ക് സംസ്ഥാന ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കും. വെട്ടം ന്യൂസ് താനൂർ. തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് കലാമേള ഒക്ടോബർ 27, 28 തീയതികളിലായി തൃപ്രങ്കോട് ആലിങ്ങൽ AMLP സ്കൂളിൽ വെച്ച് നടന്നു. മേളയുടെ സമാപന സമ്മേളന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനിയുടെ നേതൃത്വത്തിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ നിർവഹിച്ചു. മേളയുടെ സമാപന സമ്മേളന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനിയുടെ അധ്യക്ഷതയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP അബ്ദുൽ ഫുക്കാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ലൈല, വാർഡ് മെമ്പർ K ഫാത്തിമ സുഹ്ര, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഷൈജു ടീച്ചർ, മാനേജർ അലിക്കുഞ്ഞി മാസ്റ്റർ, പ്രധാനാധ്യാപകൻ സയ്യിദ് ഇസ്മായിൽ, PTA ഭാരവാഹികളായ KP യാഷിഖ്, TP ഫാത്തിമ, P സജീവ്, സ്റ്റാഫ് സെക്രട്ടറി KP അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികളെ സ്വീകരിക്കുന്നതിലും അവർക്ക് ആതിഥേയം അരുളുന്നതിലും മികവാർന്ന രീതിയിലുള്ളതായിരുന്നു സംഘാടനം. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വെട്ടം ന്യൂസ് ആലത്തിയൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.